നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിക്കറ്റ് എന്ന കളി വെറുമൊരു വിനോദമല്ല, മറിച്ച് കോടിക്കണക്കിന് ആളുകളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വലിയ പ്രതിഭാസമാണ്. ഈ കളിക്കളത്തിൽ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്ന അവസ്ഥയാണ് ഇതിനെ ഇത്രമേൽ ജനപ്രിയമാക്കുന്നത്. വിജയങ്ങളും പരാജയങ്ങളും ഇവിടെ മാറിമറിഞ്ഞു വരുന്നു. ഒരു കളിക്കാരന്റെ ജീവിതം ഒറ്റ ദിവസം കൊണ്ട് മാറിമറിയാൻ ഈ മൈതാനത്തിന് സാധിക്കും. കളിക്കളത്തിലെ തന്ത്രങ്ങളും തീരുമാനങ്ങളും പലപ്പോഴും കടുത്ത വിമർശനങ്ങൾക്ക് വഴിമാറാറുണ്ട്. എങ്കിലും ആരാധകർ തങ്ങളുടെ പ്രിയപ്പെട്ട ടീമിനെയും താരങ്ങളെയും നെഞ്ചേറ്റാൻ എപ്പോഴും തയ്യാറാണ്. ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഇത്തരം അനേകം നിമിഷങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ടൂർണമെന്റും പുതിയ കഥകളും പുതിയ നായകന്മാരെയും സൃഷ്ടിച്ചുകൊണ്ടാണ് കടന്നുപോകുന്നത്. ആ നായകന്മാർ ആരാണെന്ന് മുൻകൂട്ടി പ്രവചിക്കുക എന്നത് ആർക്കും സാധ്യമായ കാര്യമല്ല. ഈ അനിശ്ചിതത്വമാണ് കളിക്ക് കൂടുതൽ ഭംഗി കൂട്ടുന്നത്. വരും തലമുറകൾക്ക് പോലും ആവേശം പകരുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ ഈ കായിക രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രം പരിശോധിച്ചാൽ അതിൽ രാഷ്ട്രീയവും സ്വാധീനങ്ങളും വലിയൊരു പങ്കുവഹിക്കുന്നുണ്ടെന്ന് ആർക്കും മനസ്സിലാകും. പ്രതിഭയുണ്ടായിട്ടും പലർക്കും അർഹിച്ച അംഗീകാരം ലഭിക്കാതെ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഒരു സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ചില പ്രത്യേക മേഖലകളിൽ നിന്നുള്ള കളിക്കാർക്ക് മാത്രം കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമ്പോൾ കഠിനാധ്വാനം ചെയ്യുന്ന മറ്റുള്ളവർ അവഗണിക്കപ്പെടുന്നു. സോഷ്യൽ മീഡിയയിലെ വലിയൊരു വിഭാഗം ആരാധകരും ഇതിനെതിരെ എപ്പോഴും ശബ്ദമുയർത്താറുണ്ട്. സെലക്ടർമാരുടെ തീരുമാനങ്ങൾ പലപ്പോഴും വിവേചനപരമാണെന്ന് തോന്നിക്കുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. അർഹതയുള്ളവനെ പുറത്തിരുത്തി സ്വന്തം താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന രീതി ക്രിക്കറ്റിന്റെ വളർച്ചയെ പിന്നോട്ടടിക്കുന്നു. ഇത്തരം അനീതികൾ കാണുമ്പോൾ ഏതൊരു സാധാരണ കായിക പ്രേമിയുടെയും രക്തം തിളച്ചുപോകും. ഒരു താരത്തെ കരിയറിന്റെ തുടക്കത്തിൽ തന്നെ മാനസികമായി തളർത്താൻ ഇത്തരം നീക്കങ്ങൾക്ക് സാധിക്കും. എങ്കിലും ഇതിനെയെല്ലാം അതിജീവിച്ച് മുന്നേറുന്നവരാണ് യഥാർത്ഥ പോരാളികൾ. തുടർച്ചയായ പരാജയങ്ങളും കടുത്ത വിമർശനങ്ങളും നേരിടുമ്പോഴും ചിലർ തങ്ങളുടെ കഴിവിലുള്ള വിശ്വാസം കൈവിടാറില്ല. ജനങ്ങളുടെ ശാപവാക്കുകളും മാധ്യമങ്ങളുടെ കുറ്റപ്പെടുത്തലുകളും കേട്ടുമടുത്തിട്ടും അവർ ശാന്തരായി തങ്ങളുടെ അവസരത്തിനായി കാത്തിരിക്കുന്നു. ടീം മാനേജ്മെന്റിന്റെ ചില വിചിത്രമായ പരീക്ഷണങ്ങൾ കാരണം പലപ്പോഴും മികച്ച ഫോമിലുള്ള കളിക്കാർക്ക് പോലും ബെഞ്ചിലിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ ആരാധകരിൽ വലിയ രീതിയിലുള്ള അമർഷവും ദേഷ്യവും ഉണ്ടാക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും മികച്ച ഒരു കളിക്കാരനെ ഇങ്ങനെ